ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്ത് ത്വാഹ 131 മുതൽ 133 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലാ തമുദ്ദന്ന ഐനൈക, ഇതിൽ തമുദ്ദന്ന നൂൻ മുഷദ്ദദയെ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക. എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നതുകൊണ്ട്. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅ്നാ ബിഹി, പ്രത്യേകിച്ച് അഹ്കാമുകളില്ലെങ്കിലും ഹർഫുകൾക്കൊക്കെയും തർക്കീഖ് ചെയ്ത് ഇസ്തിഫാലിൻ്റെ ഹർഫുകളാകയാൽ ഒന്നിനും തഫ്ഖീം നൽകാതെ ഉച്ചരിക്കണം. ഇലാ മാ മത്തഅ്നാ ബിഹി അസ്വാജ, ബിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ആ യാഇനെ ദീർഘിപ്പിക്കേണ്ടതാണ്. ما متعنا به أزواجا منهم, അസ്വാജൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. അസ്വാജൻ മിൻഹും സഹ്റ, മിൻഹും സഹ്റത്തൽ ഹയാത്തിദ് ദുനിയ. ഇവിടെ 2 ഇൽഹാറുകൾ വന്നിട്ടുണ്ട്. ഒന്ന് മിൻഹും എന്നതിലെ സാക്കിനത്തായ നൂനിൻ്റെ ഇൽഹാർ, ഇതിന് ഇൽഹാർ ഹൽഖി എന്ന് പറയുന്നു. ശേഷം ഹൽഖിൻ്റെ ഹർഫായ ഹ ആണ് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് മണിക്കാതെ നൂനിനെ വെളിവാക്കണം. മിൻഹും എന്ന് പറയുക. ശേഷം സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഷഫത്താനി എന്ന അതിൻ്റെ മഖ്റജിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരമാണ് മീം എന്നതുകൊണ്ട് ഇൽഹാർ ഷഫവി എന്ന് അതിന് പേര് പറയുന്നു. മിൻഹും സഹ്റത, സഹ്റ റാഇന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കണം. സഹ്റതൽ ഹയാത്തിദ് ദുനിയ, അദ്ദുനിയ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഒറ്റപ്പദത്തിൽ പ്രകാരം യാഇന് മുമ്പിലോ വാവിന് മുമ്പിലോ സാക്കിനത്തായ നൂൻ വരുമ്പോൾ ഇൽഹാർ മുത്ലഖ് നൽകേണ്ടതാണ്. ഇപ്രകാരം യാഇനും വാവിനും മുമ്പിൽ ഒറ്റപ്പദത്തിൽ സാക്കിനത്തായ നൂൻ വന്ന 4 പദങ്ങൾ മാത്രമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അദ്ദുനിയ, ബുന്യാൻ, സിൻവാൻ, ഖിൻവാൻ എന്നീ 4 പദങ്ങൾ. ഇവയിലൊക്കെ ഇൽഹാർ മുത്ലഖ് നൽകി നൂനിനെ വെളിവാക്കുകയാണ് വേണ്ടത്. സഹ്റത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹ്, ലിനഫ്തിനഹും എന്നതിൽ സാക്കിനത്തായ മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഫ ആണ് വന്നത് എന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. മീമും ഫാവും ഷഫവിയായ അക്ഷരങ്ങളാണ്, ചുണ്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരങ്ങളാണ് എന്നതുകൊണ്ട് മീം അവ്യക്തമായി പോകാൻ സാധ്യതയുണ്ട്. ലിനഫ്തിനഹും ഫീഹ് വറിസ്ഖു റബ്ബിക, വറിസ്ഖു റബ്ബിക ഖാഫിന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക, അഥവാ 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീം. ഏറ്റവും കൂടുതൽ തഫ്ഖീം വരിക ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോഴാണ്. 2ാമത്തെ ലെവൽ ഫത്ഹ മാത്രം നൽകി ഉച്ചരിക്കുമ്പോൾ, 3ാമത്തെ ലെവൽ ദമ്മ് നൽകി ഉച്ചരിക്കുമ്പോൾ. ഇവിടെ ദമ്മായതുകൊണ്ട് ആ അവസ്ഥയിൽ 3ാമത്തെ അവസ്ഥയിലുള്ള അഥവാ ഫത്ഹിൻ്റെ അത്ര തന്നെ ഇല്ലാത്ത തഫ്ഖീം നൽകിയ ഖാഫിനെ ഉച്ചരിക്കണം. തഫ്ഖീം നിസ്ബി എന്ന് അതിന് പേര് പറയാം. വറിസ്ഖു, വറിസ്ഖു റബ്ബിക റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖ, ഖായിനും പൂർണ്ണമായ തഫ്ഖീം. ശേഷം റാ വന്നിട്ടുണ്ട്, അതിനും തഫ്ഖീം. റാഇൻ്റെ തൻവീനിനെ
ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ഖൈറുൻ വഅബ്ഖാ. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വഅബ്ഖാ. ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കുക, പൂർണ്ണമായ തഫ്ഖീം. വഅബ്ഖാ. വഅ്മുർ അഹ്ലക. വഅ്മുർ ഹംസയെ വ്യക്തമാക്കി ഉച്ചരിക്കണം. വഅ്മുർ എന്നായി പോകരുത്. വഅ്മുർ റാഇന് തഫ്ഖീം കൊടുക്കുക. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി. ബിസ്സലാത്തി സ്വാദിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. സ്വാദിനും ത്വാഇനും തഫ്ഖീം കൊടുക്കണം. വസ്തബിർ. വസ്തബിർ. ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ റാ വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുണ്ട് എന്ന കാരണത്താൽ റാഇനെ തർഖീഖ് ചെയ്ത് നേർപ്പിക്കണം. വസ്തബിർ അലൈഹാ. ലാ നസ്അലുക റിസ്ഖാ. ലാ നസ്അലുക റിസ്ഖാ. റിസ്ഖാ അവിടെ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം വരുന്നു. പൂർണ്ണമായ തഫ്ഖീം നൽകി തടിപ്പിച്ച് ഉച്ചരിക്കുക. റിസ്ഖാ. നഹ്നു നർസുഖുക്. നഹ്നു നർസുഖുക്. ഇതിൽ റാഇന് തഫ്ഖീമുണ്ട്, ഖാഫിനും തഫ്ഖീം. കാഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സുക്കൂൻ ഹംസ് നൽകി വ്യക്തമാക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. നർസുഖുക് മഹ്മൂസായ അക്ഷരമാണ്. കാഫ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. നഹ്നു നർസുഖുക് വൽ ആഖിബതു ലിത്തഖ്വ. വൽ ആഖിബതു ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ്, ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കസ്റായതുകൊണ്ട്. ലിത്തഖ്വ ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുന്നതോടൊപ്പം തഫ്ഖീം നൽകുകയും വേണം. ലിത്തഖ്വ. ഇതുവരെ സൂചിപ്പിച്ച എല്ലാ ഹർഫുകളുടെയും തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റുള്ളവർക്കെല്ലാം അഥവാ തഫ്ഖീമിൻ്റെ ഹർഫുകൾ ഒഴിച്ച് മറ്റുള്ള അക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖ് നൽകുകയാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭൂരിഭാഗം ഹർഫുകളും തർക്കീഖ് ചെയ്യപ്പെടുന്നവയാണ്. വഖാലു ലൗലാ യഅ്തീനാ ബിആയതിൻ മിർ റബ്ബി. വഖാലു ഖാഫിനും അലിഫിനും തഫ്ഖീം. ബിആയതിൻ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ബിആയതിൻ മിർ റബ്ബി. മിൻ എന്ന സാക്കിനത്തായ നൂനിന് ശേഷമുള്ള റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ബിആയതിൻ മിർ റബ്ബി. മിർ റബ്ബി. അവലം യഅ്തിഹിം ബയ്യിനതു മാ ഫിസ്സുഹുഫിൽ ഊലാ. അവലം ഇതിലുള്ള സാക്കിനത്തായ മീമിനെ ഇദ്ഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അവലം തഅ്തിഹിം. അവലം തഅ്തിഹിം ബയ്യിനതു. തഅ്തിഹിം എന്നതിലെ സാക്കിനത്തായ മീമിന് ശേഷമുള്ള ബാഇൻ്റെ മുമ്പിലായതിനാൽ ഇഖ്ഫാ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. അവലം തഅ്തിഹിം ബയ്യിനതു മാ ഫിസ്സുഹുഫി. സ്വാദിന് മൂന്നാമത്തെ ലെവലിലുള്ള തഫ്ഖീം കൊടുക്കുക. അസ്സുഹുഫിൽ ഊലാ. തഫ്ഖീമിൻ്റെ ഹർഫുകൾ ഒഴിച്ച എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, നേരത്തെ സൂചിപ്പിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى
وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى